ഗോതയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബേസിൽ എന്ന് പറയുന്നത് ഒരു പുതുമുഖ സംവിധായകൻ കുഞ്ഞിരാമായണം ഹിറ്റാക്കി എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? പക്ഷെ ഒരു പുതിയ മാറ്റമുണ്ട്. പറഞ്ഞു വരുന്നത് അതാണ്, ആളാകെ അങ്ങ് മാറി. എനിക്ക് നല്ല ഉറപ്പാ എന്തൊക്കെ മാറ്റട്ടോ എനിക്ക് തോന്നുന്നു ശരിക്കും. വണ്ണം കുറഞ്ഞൊക്കെ നമ്മള് ആൾക്കാർക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുള്ളൂ. ഉള്ളിലെ മാറ്റം അങ്ങനെ അറിയണമെങ്കിൽ അത് ശരിക്കും അതിരടി നമ്മള് ഇപ്പൊ പോസ്റ്ററിൽ കാണുന്ന പോലെ മാസ് എന്റർടൈൻമെന്റ് പരിപാടി തന്നെയാണ്. അതെ, ഇതേ വകുപ്പിൽ തന്നെ വേറൊരു ലൈനുണ്ട്. കമേഴ്ഷ്യൽ എന്റർടൈനർ അങ്ങനത്തെ ഒരു സ്പേസ് തന്നെ, കോളേജ് ഫൺ, കോളേജ് പരിപാടി. ഞങ്ങളെയാണോ വിളിക്കണേ? നിങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ടോവിയുടെ മാസ് നമ്മൾ മുമ്പ് പല പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഈ അത്യാവശ്യം മറ്റേ എന്താ പറയാ മാസ് എടുക്കാൻ പറ്റുന്ന കരുത്തുള്ള കഥാപാത്രമാണല്ലോ. ബേസില് കുപ്പിയൊക്കെ മറ്റേ പൊട്ടിച്ച് അടിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിന്റെ ഒരു മൂഡ് എന്തായിരുന്നു? ഒന്നും പൊട്ടിക്കുന്നില്ല. അത് ടീച്ചറിന് മാത്രമേ ഉള്ളൂ, അവൻ പൊട്ടിക്കുന്നില്ലേ? പ്രോമോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതൊന്നും പൊട്ടിക്കുന്നില്ല. മാസൊക്കെ ഉണ്ട്. അത് തമാശ. നമ്മൾ ടോവിനെ പലതരത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സംഗീതജ്ഞനായിട്ട് എന്തൊരു ഐശ്വര്യമുള്ള മുഖം. ഇക്കാര്യം നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത് സർ. ഐശ്വര്യം കുറച്ച് കൂടിപ്പോയെന്നുള്ളൂ. അത് ആ ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു വില്ലന് പറ്റിയ ലുക്കൊന്നും അല്ല അത്. ഭയങ്കര നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. അല്ല, അതിപ്പോ തീരുമാനിച്ചോ വില്ലൻ ടോവിയും ബേസി നായകനുമാണെന്ന്? ഓഫ് കോഴ്സ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ്. പുഴയിലേക്ക് നോക്കിന്നോ. അയാളുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ഒന്നല്ല, വില്ലത്തരം എല്ലാരും കാണിക്കണമൊക്കെ ഉണ്ട്. അത് വിട്. ഈ ലുക്ക് ആരായിരുന്നു കറക്റ്റ് ഇത് ചെയ്ത്? നല്ല പരിപാടിയാണല്ലോ, ചെറിയ നാരിയൊക്കെ കൊടുത്ത് ഈ ഗാനം. സന്തോഷായി, നല്ല സന്തോഷായി. ആരെ കൊടുത്തു എന്ന് പറയാൻ എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? ഈ സിനിമയിലുള്ള അത്ര നര ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഓരോ സിനിമയുടെ അത് കണ്ടാലറിയാം. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ എനിക്കറിയാലോ, പ്രായം എനിക്കറിയാലോ. ഞാൻ കൊച്ചിലെ സ്കൂളിലൊക്കെ പോണ സമയത്ത് മാത്തുക്കുട്ടിയുടെ ഇതൊക്കെ കേട്ടിട്ടാ, മറ്റേ റെഡ് എഫ് എമ്മിൽ കേട്ടിട്ടപ്പോ കൊണ്ടുപോയി. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരുപാട് ഓണൊന്നും കൂടുതലുണ്ടില്ല, ഒരു 2 or 3. എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.